വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിന്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുരുഷൻ ദൈവത്തിന്റെ പ്രതിച്ഛായയും മഹിമയുമാകയാൽ അവൻ തലമൂടരുത്. സ്ത്രീയാകട്ടെ പുരുഷന്റെ മഹിമയാണ്. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ്. കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഓർമ്മിക്കുക, സമീപകാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് സ്ത്രീ സമത്വം എന്ന വിഷയം. ഈ സമത്വം എന്ന ചിന്ത തെറ്റിദ്ധാരണയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ദൈവസൃഷ്ടിയിൽ, അതായത് ഉൽപ്പത്തിയിൽ പറയുന്നു, ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നും സ്ത്രീയെ പുരുഷന്റെ വാരിയലെടുത്ത് അതിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നും പറയുന്നു. പുരുഷനും സ്ത്രീയും തമ്മിൽ ജൈവഘടനയിലുള്ള വ്യത്യാസവും വ്യക്തമാണ്. പ്രകൃതി തന്നെയാണ് ഈ വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്നത്. മേൽപ്പറഞ്ഞ വചനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവുമാണെന്ന്. സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും സാധ്യമാകും വിധം ദൈവിക തലത്തിലും പ്രകൃതി തലത്തിലും കാണാൻ കഴിയുകയില്ല. എന്നാൽ സ്ത്രീയുടെ ശക്തി എന്തെന്ന് തിരിച്ചറിയാത്തതാണ് മുഖ്യ പ്രശ്നം. മെന്റൽ സ്റ്റെബിലിറ്റി, വേദന സഹിക്കുവാനുള്ള കഴിവ്, സഹജീവികളോടുള്ള കരുണ, ദയ, അനുകമ്പ, ഇവയിലൂടെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന എല്ലാതരം ഗുണങ്ങളും പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലായി സ്ത്രീകൾക്കുണ്ട്. ആയതുകൊണ്ട് നല്ല ചിന്തകൾ, നല്ല ബോധ്യങ്ങൾ, നല്ല ആശയങ്ങൾ ഇവ ഉൾക്കൊണ്ട് ദൈവത്തിനും പ്രകൃതിക്കും യോജിച്ച സംസ്കാരം എല്ലാവരിലും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പണിയാത്ത കുടുംബങ്ങളിൽ ഇന്ന് സ്വസ്ഥത തീരെയില്ല. കർത്താവ് പണിയാത്ത കുടുംബങ്ങളിൽ നിന്ന് അനർത്ഥങ്ങൾ ഒഴിയുന്നില്ല, അനർത്ഥങ്ങൾ ഒഴിയുന്നില്ല. ഭവനം കർത്താവ് പണിയണം, കാവലും കർത്താവാകണം. ഭവനം കർത്താവ് പണിയണം, കാവലും കർത്താവാകണം. പ്രാർത്ഥന ഉയരാത്ത കുടുംബങ്ങളിൽ ഇന്നു ദൈവം വസിക്കുന്നില്ല. പ്രാർത്ഥന ഉയരാത്ത കുടുംബങ്ങളിൽ ഇന്നു ദൈവം വസിക്കുന്നില്ല. പരസ്പരം ക്ഷമിക്കാത്ത കുടുംബങ്ങളിൽ ഇന്നു ദൈവ സാന്നിധ്യമില്ല, ഇന്നു ദൈവ സാന്നിധ്യമില്ല. ഭവനം കർത്താവ് പണിയണം,
കാവലും കർത്താവാകണം. ഭവനം കർത്താവ് പണിയണം, കാവലും കർത്താവാകണം. സുഖവും ദുഃഖവും പങ്കിടാതെങ്ങനെ ജീവിതം ധന്യമാകും. സുഖവും ദുഃഖവും പങ്കിടാതെങ്ങനെ ജീവിതം ധന്യമാകും. ദൈവസന്നിധിയിൽ പറഞ്ഞതെല്ലാം ഇന്ന് നീ മറന്നു, നീ മറന്നു. ഭവനം കർത്താവ് പണിയണം, കാവലും കർത്താവ്